ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തക്കാളി ഉപയോഗിച്ച് നമുക്കൊന്ന് എലിയെ ഓടിച്ചാലോ. അപ്പോൾ ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഒരു തക്കാളി ഇതിനായി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുത്തതായി വേണ്ടതെന്ന് പറയുന്നത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരിക്കലും കാശ്മീരി മുളക് ഇടരുത് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കലും കാശ്മീരി മുളക് ഇടരുത്. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടി തന്നെ ഇതിനായിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം ഇത് അതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ നീക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ എല്ലാ ഭാഗത്തേക്കും നീക്കി വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തക്കാളിയുടെ നീര് നന്നായി ഇതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലും കേട്ടോ. അതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് നമുക്ക് വേണ്ടതെന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാനത് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ശർക്കര ജസ്റ്റ് ഇതുപോലെ ഒന്ന് അത്യാവശ്യം ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ ശർക്കരയുടെ മണം എന്തായാലും എലിയെ അട്രാക്റ്റ് ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ തന്നെ എലി വരും. അപ്പോൾ ഇത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് കഴിച്ചെന്ന് കരുതി എലി ചത്തുപോകത്തൊന്നുമില്ല ഒരിക്കലും. ആ പരിസരം വിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. തക്കാളി കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ശർക്കര കൂടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്ലഫി ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും എലിക്ക് നല്ലൊരു ഇതായിരിക്കും. എലി വന്നത് ഭക്ഷിക്കുകയും എലിക്ക് വയറൊക്കെ ഒരു എരിച്ചിൽ വരികയും എലി പിന്നെ ആ ഭാഗത്തേക്ക് വരികയും ഇല്ല കേട്ടോ. അപ്പോൾ എലിയുടെ ശല്യം അമിതമായിട്ടുള്ളവർ ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് എലി കൂടുതലായിട്ടുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതേപോലെ അടുത്ത പീസിൽ അതിൻ്റെ ആ സെൻറ്റർ പോർഷനിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു സ്ഥലത്താണ് കൂടുതലായി എലി വരുന്നത്. അപ്പോൾ ആ ഭാഗത്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ മാളങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ മാളങ്ങളാക്കി വെക്കുന്നിടത്താണ് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എലി വന്ന് ഭക്ഷിച്ചോളും. അതിൻ്റെ ഫലമായി സ്ഥലം വിട്ട് ഓടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ച് കൊടുക്കുക.